ഫ്രഷ് കട്ട് അറവ് മാലിന്യ സംസ്കരണ പ്ലാന്റുമായി എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാർക്കും ബന്ധമുണ്ടെന്ന് സ്ഥാപകരിൽ ഒരാളായ ഹബീബ് തമ്പി ഇപ്പോഴത്തെ വിവാദത്തിൽ താൻ സമരക്കാർക്കൊപ്പമാണ്. വ്യവസായി എന്ന നിലയിലാണ് ഷെയർ എടുത്തതെന്നും ഒരു കൊല്ലം മുമ്പ് ഒഴിഞ്ഞെന്നും KPCC അംഗമായ ഹബീബ് തമ്പി പറയുന്നു. കൂടുതൽ ആളുകളും കോഴിക്കോട്ടുകാരാണ്, കോഴിക്കോടിലെ ആളുകളാണ്. 90% ആളുകളും ഈ ഡയറക്ടേഴ്സ്. പിന്നെ അവിടെ സ്ഥലം കൊടുത്ത ആളുകൾ എന്ന് പറഞ്ഞാൽ അവിടുത്തെ പ്രാദേശികമായ അവിടുത്തെ അമ്പായത്തോടുമായി ബന്ധപ്പെട്ട ആളുകളാണ്. എല്ലാ പാർട്ടിക്കാരും മീൻസ് CPM നേതാവുണ്ട്, BJPക്കാരുമുണ്ട്, കോൺഗ്രസ്സുകാരായിട്ട് പേര് പറയാറ് എൻ്റെ പേരായിരുന്നു. അതിൽ യാതൊരു തർക്കവുമില്ല. എല്ലാ സംവിധാനങ്ങളും പൂർണ്ണമായി വിച്ഛേദിക്കുന്നത്, ക്ലോസ് ചെയ്യുന്നത് 2024 ജൂലൈ മാസം ആദ്യത്തെ ആഴ്ചയാണ്. 9-ാം തീയതിയാണ് എൻ്റെ വിശ്വാസം. 9-ാം തീയതി തന്നെയാണ്. അപ്പോൾ ഞാൻ പിന്നെ ഈ കമ്പനിയുമായിട്ട് എനിക്കൊരു ബന്ധമില്ല. കോഴിക്കോട് നിന്ന് സമീർ സി മുഹമ്മദ് വിവരങ്ങളുമായി ചേരുന്നു. പറയൂ സമീർ. ഗുഡ് മോർണിംഗ് SKN. വിവാദങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും ഇടെ ഇന്ന് ഫ്രഷ് കട്ട് ഭാഗികമായി തുറന്നിരിക്കുകയാണ്. അതിനിടയിലാണ് ഇപ്പോൾ KPCC അംഗം കൂടിയായിട്ടുള്ള ഇതിൻ്റെ സ്ഥാപകരിൽ ഒരാളായിരുന്ന ഹബീബ് തമ്പിയുടെ പ്രതികരണം കൂടി വന്നിരിക്കുന്നത്. എല്ലാ പ്രധാനപ്പെട്ട പാർട്ടിയുടെ നേതാക്കൾക്കും ഇതിനകത്ത് പങ്കുണ്ട്, എല്ലാവരും തന്നെ ഷെയർ ഹോൾഡേഴ്സ് ആണ് എന്ന കാര്യമാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ഇതോടൊപ്പം തന്നെ CPIM നേതാവിൻ്റെ സ്ഥലത്താണ് ഈ ഫ്രഷ് കട്ട് പ്രവർത്തിക്കുന്നത്. 25 കോടി രൂപയുടെ പദ്ധതിയാണിത്. കോഴിക്കോട് ജില്ലയിലും അതുപോലെ തന്നെ സമീപത്തുമുള്ള അറവ് മാലിന്യ സംസ്കരണ കേന്ദ്രം എന്ന നിലയിൽ കൂടിയാണ് ഇത് പ്രവർത്തനം ആരംഭിച്ചത്. ആ വേളയിൽ താൻ ഇതിനകത്ത് ഷെയർ ഉണ്ടായിരുന്നു. വലിയ തുകക്കാണ് ഷെയർ എടുത്തിരുന്നത്. ലോൺ എടുത്തുകൂടിയായിരുന്നു ആ ഷെയറുമായി ബന്ധപ്പെട്ട് താൻ മുന്നോട്ട് പോയിരുന്നത്. പക്ഷേ പ്രദേശവാസികളുടെ ഭാഗത്തു നിന്ന് എതിർപ്പുകൾ തുടങ്ങി. ആ വേളയിൽ ഇതുമായി ബന്ധപ്പെട്ട് ഡയറക്ടർ ബോർഡ് യോഗം ചേരുകയും താൻ ഒഴിയുകയാണ് എന്ന് അറിയിക്കുകയും ചെയ്തു. അതിനൊടുവിൽ കഴിഞ്ഞ വർഷത്തോടുകൂടെ അതിൻ്റെ എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിച്ചു എന്ന കാര്യം കൂടിയാണ് ഹബീബ് തമ്പി പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഹബീബ് തമ്പി ഒരു ഫേസ്ബുക്ക് കുറിപ്പിട്ടിരുന്നു. നമുക്കറിയാം, തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ പുരോഗമിക്കുകയാണ്. ആ വേളയിൽ കൂടിയാണ് അദ്ദേഹത്തിൻ്റെ ഒരു കുറിപ്പ് കൂടി വന്നിരുന്നത്. എന്നാൽ തനിക്ക് ഇത്തരത്തിൽ ജനങ്ങൾക്കൊപ്പം നിൽക്കുന്നത് സമയത്തിൻ്റെ ഒരു പശ്ചാത്തലം എന്നുള്ളതുകൊണ്ടും ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്നു എന്നതുകൊണ്ടുമാണ്, അല്ലാതെ മത്സര രംഗത്തേക്ക് വരുന്നു എന്നുള്ളത് കൊണ്ടല്ല. ജനങ്ങളെ വിശ്വാസത്തിലെടുക്കുക, അവർക്കൊപ്പം നിൽക്കുക എന്നുള്ളത് താൻ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുകൊണ്ടല്ല എന്ന കാര്യം കൂടി അദ്ദേഹം പറയുന്നുണ്ട്. ഏതായാലും പ്രധാനപ്പെട്ട നേതാക്കൾക്കൊക്കെ ഇതിൽ പങ്കുണ്ട് എന്നുള്ള കാര്യം അദ്ദേഹം തുറന്ന് സമ്മതിക്കുകയാണ് SKN. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.